പോയിട്ട് 4 ആൾക്കാരെ കാണിക്കുന്നതാണോ അതോ ഭർത്താവിന് ഒരു ആവശ്യം വരുമ്പോൾ എടുത്തു കൊടുത്ത് സഹായിക്കുന്നതാണോ ഒരു ഉത്തമ ഭാര്യ ചെയ്യേണ്ടത്? എനിക്ക് അങ്ങനെ നിങ്ങളെ സഹായിച്ച ഉത്തമ ഭാര്യ ആകണ്ട. നിങ്ങളെ മാല എവിടെ വെച്ചേ? എടാ ഞാൻ നിനക്ക് ഇതുപോലത്തെ 10 മാല വാങ്ങി തരും. നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ആവട്ടെ. ബിസിനസ്സോ? അതിന് ഏത് ബിസിനസ് ഡെവലപ്പ് ആക്കാൻ മാത്രം? ആ അതാണ് പറയുന്നത്. നീയേ കാര്യം അറിയുന്നതിന് മുമ്പ് തോക്ക് കയറി വെടിവെക്കും. ഇതാണ് നിന്റെ കുഴപ്പം. ഞങ്ങൾ കൂട്ടുകാരന്മാരെ കുറിച്ചായിരുന്നിട്ടേ ആ സിറ്റി മോളിലെ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു നല്ല ബിൽഡിംഗ് ആണ് ഉണ്ട്. അതിലൊരു ഹോട്ടല് തുടങ്ങണമെന്നാണ് പ്ലാൻ. അപ്പൊ അതിലേക്ക് കുറച്ച് ഗ്ലാസ് അങ്ങനെയുള്ള ഒരു ഹോട്ടലിന്റെ ഒരു സെറ്റപ്പ് വരുത്തണം. അപ്പൊ അതിന് കുറച്ച് പൈസ ചെലവാകും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് കൊണ്ടുപോകാൻ വിചാരിക്കുന്നത്. ഓ, അപ്പൊ കണ്ടുവച്ച സ്ഥലത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിയിടാൻ വേണ്ടിയിട്ടാണോ ഈ നെക്ലസ് കൊണ്ടുപോകുന്നത്? നിങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ, കൂട്ടുകാരന്മാരും ഇല്ലേ? അവർക്കും ഇല്ലേ ഭാര്യമാര്? അവരെ ഭാര്യമാരെ നെക്ലസോ മാലയൊക്കെ കൊണ്ടുപോയിട്ടേ ആദ്യം നിങ്ങൾ സ്ഥലം വാങ്ങിയിടും, എന്നിട്ട് ആ നെക്ലസിന് അപ്പൊ ഞാൻ തരാം. എടാ അവരെ കയ്യിൽ പൈസ ഒന്നുമില്ല. പിന്നെ ഇപ്പൊ കാര്യങ്ങളൊക്കെ നീ ഒന്ന് അറിഞ്ഞ സ്ഥിതിക്ക് സത്യം പറയല്ലോ നിന്നോട്, എല്ലാവർക്കും പണിയും ഇല്ല. അപ്പൊ ബിൽഡിംഗ് അവർ കണ്ടു കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഒരു ആഗ്രഹം അവിടെ ഒരു ഹോട്ടൽ തുടങ്ങിയാലോ എന്ന്. പിന്നെ ആ കൂടെ അവർക്കൊരു പ്രതീക്ഷ ഞാനാ. അപ്പൊ ഈ മാല കൊണ്ടുപോയി പണയം വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നടത്താൻ പറ്റും. പിന്നെ വേറൊരു കാര്യം കൂടെ, ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്ന ഒരു സംഭവമാണ്. അത് നീ ഓർക്കണം. ജോലിയും കൂലി ഇല്ലാതെ തേരാപ്പാൻ നടക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരന്മാർക്ക് കൊടുക്കാനുള്ളതല്ല എന്റെ നെക്ലസ്. മര്യാദയ്ക്ക് അതോടെ വെച്ചോ. നീ എന്താടി കിടന്ന് ആജ്ഞാപിക്കുന്നത്? ഇത് കൊണ്ടുപോവാനേ എനിക്ക് ഇതിന്റെ പെർമിഷൻ ആവശ്യമൊന്നുമില്ല. ഇത് ഞാൻ കൊണ്ടുപോകുന്ന വിചാരിച്ചാൽ ഞാൻ കൊണ്ടുപോയിരിക്കും. നീ എന്താടാ അവള് ഭീഷണിപ്പെട്ടത്? മീന് വന്ന് നോക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയതാണ്. നിന്റെ സൗണ്ട് അവിടെ കേൾക്കുന്നു. ഓ എത്തി. ഞങ്ങൾ ഭാര്യയും ഭർത്താവും സംസാരിക്കുമ്പോഴത്തേന് അതിന്റെ ഇടയ്ക്ക് അങ്ങോട്ട് കയറി വരും. അമ്മ തൽക്കാലം ഈ കാര്യത്തിൽ ഇടപെടണ്ട. അങ്ങനെയാണെങ്കിൽ നീ പതുക്കെ സംസാരിക്കും. ഇതിപ്പോ നിന്റെ ഒച്ച കേട്ട് നാട്ടുകാർ പോലും ഓടി വരും. ഇനിയിപ്പോ ഒന്നും സംസാരിക്കാനില്ല, ഞാൻ തീരുമാനിച്ചതാ. അമ്മയ്ക്ക് വല്ല മീനോ ചിക്കനോ ചെന്ന് വാങ്ങാണ്ട് ചെന്ന് വാങ്ങിട്ട് വാ. നിന്റെ തീരുമാനത്തിൽ ഇടപെടാൻ വേണ്ടി വന്നതൊന്നും അല്ലേ. എന്റെ വീട്ടിൽ ഇത്രയും ഒച്ചയിൽ സംസാരിക്കുമ്പോ എന്താണെന്ന് അറിയാനല്ലോ. എനിക്ക് സോഫയിൽ ഇരിക്കാലോ. അമ്മ നിക്കമ്മ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഏട്ടൻ്റെ നെക്ലസ് കൊണ്ടുപോകാൻ നിൽക്കുക. എടി നീ എന്തിനാണ് ഈ വെറുതെ അമ്മേനോട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാൻ നിൽക്കുന്നത്? ഞാനേ നിന്റെ ഭർത്താവാണ്. അതുകൊണ്ട് നിന്റെ സ്വർണ്ണം എടുക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? അവളുടെ കൊണ്ടുപോകുന്ന സ്വർണം മുഴുവൻ നീ കൊണ്ടുപോയില്ലേ? ആ പഴയ നെക്ലസ് മാത്രമല്ലേ ഉള്ളൂ. അത് നീ കൊണ്ടുപോയിട്ട് വിവരം അറിയും. ഇതെന്റെ അമ്മ തന്നെയാണോ അതോ അമ്മായിയാണോ? അമ്മ കുറച്ച് മൈത്രൊക്കെ സംസാരിക്കാൻ പഠിക്കും. ഞാനൊരു ബിസിനസ് ആവശ്യത്തിന് കൊണ്ടുപോകുന്നതാ. മോനൊന്ന് രക്ഷപ്പെടട്ടെ. ഇനി നിനക്ക് എന്ത് ബിസിനസ് എടാ? ആ ബിസിനസിന്റെ പേരും പറഞ്ഞ അവൾ ഉള്ള സ്വർണം മുഴുവനും കൊണ്ടുപോയില്ലേ? ഇപ്പൊ നിനക്കൊരു ജോലി ഉണ്ടല്ലോ, ആ ഉള്ള ജോലിയിൽ ഉറച്ചു നിൽക്ക്. അവളെ സ്വർണം കണ്ടിട്ട് നീ തുള്ളാൻ നിൽക്കണ്ട. ഇന്ന് ഈ തൊട്ട വീട്ടില് കല്യാണമല്ലേ? ഈ നൂല് പോലെ ചെയിൻ ഇടാണ് അവള് പോകുന്നത്. ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമല്ലേ? നിനക്ക് വേണമെങ്കിൽ ഉളുപ്പുണ്ടാവില്ല ഈ നൂല് പോലത്തെ ചെയിൻ ഇട്ട് അവളിൽ അങ്ങോട്ട് അയക്കേ. എനിക്ക് കുറച്ച് അഭിമാനമുണ്ട്. അത് കാരണം നെക്ലസ് അവൾക്ക് വേണം. നീ എടുത്തവിടെ തന്നെ വെക്കി. എന്നിട്ട് നിന്റെ പണി നോക്കി നീ പോവാൻ നോക്ക്.